السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഒരു പക്ഷെ ഇതിന് മുമ്പൊക്കെ പല ആളുകളും നമ്മുടെ ഈ കോഴ്സിലൊക്കെ ചേർന്നിട്ടുണ്ടാകും. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിലുണ്ട്. ആരുടെയാണ് ഈ മൈക്ക് ഇങ്ങനെ ഓണാകണ എന്തോട്ടോ? ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം പെട്ടെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട, നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലേക്ക് ആദ്യം എന്നെ പരിചയപ്പെടുത്തും. ഇന്നെ അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ആർക്കും അറിയാം? അറിയാറേ. ഓക്കെ ഓക്കെ, കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ എന്റെ പേര് ഷെഫീഖ് എന്നാണ്. ഞാനിവിടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. നിങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുക്കുക, വേറെയും ഉസ്താദുമാരെടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാലേ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഒന്ന് പരിചയപ്പെടുകയാണ്. വേഗം പറയണേ, വേഗം പറയണം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ നിന്ന് പോകാനുള്ളത്. അതിൽ ഒന്നാമത്തത് ഫാഹിമ ബിൻത്ത് ഫൈറൂസ്. ഫാഹിമ പറഞ്ഞേ, ഫാഹിമാന്റെ വീട് എവിടെയാ? കൊയിലാണ്ടി, കൊല്ലം. കൊയിലാണ്ടി ആണല്ലേ. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. കൊയിലാണ്ടിയിൽ എവിടെ? കൊല്ലത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിചാരിക്കേണ്ട കൊല്ലം ജില്ലയിലല്ല, കൊയിലാണ്ടിയിൽ ഒരു കൊല്ലം ഉണ്ട് അല്ലേ? അതല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം മുമ്പ്. മോളുണ്ടായിരുന്നു അവിടെ ഒരു വനിതാ സമ്മേളനത്തിന്? ഇല്ല അല്ലെ? ഓക്കെ. ഫസീഹ ആരാണ്? ഫസീഹ അനിയത്തി. എന്താണ് അനിയത്തി? ഒന്നും ഒന്ന് സംസാരിക്കടോ. സുഖല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഫാഹിമാനെ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ ഫസിയാനെയും പരിചയപ്പെട്ടു. നമുക്ക് ഹിബ ഫാത്തിമയാണ് ഞാൻ അടുത്ത് പരിചയപ്പെടാൻ. ഹിബ ഫാത്തിമ പറഞ്ഞേ, എവിടെയാണ് ഹിബന്റെ വീട്? വേഗം ആയിക്കോണാക്കി. ഹിബ ഫാത്തിമ ഹംദാസ്. രണ്ടത്താണി. ഓക്കെ ഓക്കെ, മലപ്പുറം രണ്ടത്താണിയിലല്ലേ? ഓക്കെ ഓക്കെ, മാഷാ അല്ലാ മാഷാ അല്ലാ. എന്നാ മുഹമ്മദ് പരിചയപ്പെട്ട. മുഹമ്മദിന്റെ വീട് എവിടെ മോനെ? മാഹിൽ എവിടെയാ? കവിയൂര്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ മാഷാ അല്ലാ. എന്നാ ഞാൻ അടുത്തത് യാറ. പടപ്പറമ്പോ? മലപ്പുറത്ത് പടപ്പറമ്പ? ഓക്കെ ഓക്കെ ഓക്കെ. ഷാസിൽ പാലക്കാടല്ലേ? നമ്മുടെ മദ്രസയിലുള്ള ഷാസിൽ തന്നെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. ഇന്ന് അടുത്തത് ഫാത്തിമ റഹീം. വേഗം വേഗം ഓരോരുത്തരും വേഗം പരിചയപ്പെടണം. ഫാത്തിമ റഹീമേ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ. ഓക്കെ 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 ഓക്കെ, ഇരിക്കൂർ ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. എന്നാലും ഞാൻ അടുത്തത് മുഹമ്മദ് ബിൻ സൽമാൻ. മുഹമ്മദ് പറഞ്ഞേ, മുഹമ്മദിന്റെ വീട് എവിടെയാ? എടപ്പാളാണ് അല്ലേ? ഓക്കെ ഓക്കെ, ബാറക്കല്ലാ. ഓക്കെ, ശരി. മുഹമ്മദ് ലഹാം. മാഹി. ലഹാമ നമ്മുടെ മദ്രസിലുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. എവിടെ ലഹാമിനെ കണ്ടൊരു ഓർമ്മ ഉണ്ട്. മാഹിൽ എവിടെയാ? അഴിയൂര്. ഓക്കെ 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 ഓക്കെ. നാലിഞ്ഞ് ഇൻസിയ. മലപ്പുറം കൂട്ടായില്ലേ? ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. അമാൻ.
അമാൻ അമാൻ വേം പറ. അമാനും മൈക്കോൺ ആണില്ലല്ലോ. ആ ഓക്കെ, അമ്മാൻ പറഞ്ഞു. മമ്പാട്. മമ്പാട്. ഓക്കെ, കാര്യമായിട്ട് മലപ്പുറംകാരാണല്ലോ അല്ലേ? മാഷാ അല്ലാ. ഓക്കെ, എന്നാൽ ഇനി അടുത്തത് സുമയ്യ അബ്ബാസ്. അതില് പേര് ഉമ്മാന്റെ പേരെ തോന്നുന്നുണ്ട്. നീ കൊച്ചിയിലുള്ള ആളല്ലേ അല്ലേ? അല്ലേ? ഓക്കെ ഓക്കെ, എന്നെ മനസ്സിലായി. ഓക്കെ, എന്നാ ബാക്കിയുള്ള ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടാം. നമ്മളെ സമയം ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആളുകളെ പരിചയപ്പെടാം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, മക്കളുടെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്താം. കുട്ടിന്റെ പേര് തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ചില അതിൽ വെറും 6 മാത്രമുള്ളതുണ്ട്. അതേപോലെ തന്നെ സാംസങ് ഉണ്ട്, ഐഫോൺ ഉണ്ട്. പിന്നെ അപ്പൊ ആ മാറ്റിയിട്ടേ നമ്മുടെ കുട്ടിന്റെ പേര് തന്നെ കൊടുത്തു എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തി. അതിലൊന്ന് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നെ കഴിയും. നമ്മുടെ പിന്നെ ആ പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നോക്കിയിട്ട് റീനെയിം ചെയ്താൽ മതി. ഓക്കെ, രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ, ക്ലാസ് തുടങ്ങല്ലേ? എല്ലാവരും റെഡി അല്ലേ? റെഡി. എന്നാ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കും പേനയും എടുത്തിട്ട് വരണം. കയ്യിലല്ലേ ബുക്കും പേനയൊക്കെ ഉണ്ടോ? ആ ഗുഡ്. എല്ലാരും ആ ബുക്കും പേനൊന്ന് കാണിച്ചേ. അതാ മുഹമ്മദ് ബിൻ സൽമാന്റെ കണ്ടു. അദ്ലാൻ ഓക്കെ, ഐഫോൺ ഓക്കെ, ഷാസിൽ ഓക്കെ, ഷയാൻ ഓക്കെ, മുഹമ്മദ് ഓക്കെ. വേഗം ഓരോരുത്തരും വേഗം പോയിട്ട് എടുത്തിട്ട് ഓടി വാ. ഒരു പേപ്പറും പേനയും. ആ യാറ ഓക്കെ, ഓക്കെ. രണ്ടാമത്തെ ഐഫോണും ഓക്കെ ആയിക്കോണു. എടാ പേര് കൊടുക്കടങ്ങള്. ഓക്കെ, എല്ലാരും കൊടുത്തില്ലേ? പേപ്പറും പേനൊക്കെ എടുത്തു, അല്ലെങ്കിൽ നോട്ട്ബുക്കും പേനൊക്കെ എടുത്തു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയാൻ പോണം. ഇന്ന് നമ്മൾ ഇപ്പൊ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടല്ലേ? നമ്മള് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെട്ടു. യാറനെ പരിചയപ്പെട്ടു, ഇബനെ പരിചയപ്പെട്ടു, ഫാത്തിമ, മുഹമ്മദ്, ഇൻസിയ, ഫൈഹ, ലഷാസില്, ഫാത്തിമ, റഹീം, ഇങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇനി ബാക്കി കുറച്ച് ആൾക്കാരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പരിചയപ്പെടാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ആരെയാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ആരെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിലാണ്? ആ പറഞ്ഞു, ഉറക്കെ പറയാം. അല്ലാഹുവിനെ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹിനെ കുറിച്ചാണ് പഠിക്കാൻ പോകണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അള്ളാഹ് ഞാൻ എന്ത് ചെയ്യും, അറിയണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു തരും. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ അറിയാം. ഇതാണ് നമ്മള് ഒരു ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? സ്ലൈഡ് കാണുന്നുണ്ടോ? സ്ലൈഡ് കണ്ടില്ലേ? അള്ളാഹുവിനെ അറിയാം എന്ന് എഴുതിയത് കണ്ടോ? ഓക്കെ, അള്ളാഹിനെ അറിയാം. ആരാണ് അള്ളാഹ്? അള്ളാഹിനെ അറിയാന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോണത്. അള്ളാഹുവിനെ അറിയാം. വേഗം ഹെഡിങ് വേഗം എഴുതിയേ, വേഗം എഴുതി. ഇന്ന് കുറെ വർക്കുകൾ ചെയ്യാണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വർക്കുകൾ ചെയ്യാണ്ട്. ആ, അള്ളാഹുവിനെ അറിയാം. ഇതാണ് വർക്ക്. എഴുതി, ഹെഡിങ് എഴുതി, അള്ളാഹുവിനെ അറിയാം. എഴുതി കഴിഞ്ഞാ പറയണേ. എല്ലാരും എഴുതിയോ? ഓക്കെ, ഗുഡ്. വേഗം എഴുതി. ഓക്കെ, അള്ളാഹിനെ അറിയാം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണേ. ആദ്യത്തെ എന്താ വെച്ചാൽ ഒരു ചോദ്യമാണ്, ആരാണ് അള്ളാഹ്? ആരാണ്? നിങ്ങളൊന്ന് പറഞ്ഞാണ്, ആരാണ്?
ഉറക്കെ കേൾക്കണില്ല. നമ്മുടെ റബ്ബ്. ആ, നമ്മുടെ റബ്ബാണ്. പിന്നെ എല്ലാം പഠിച്ചവൻ. എല്ലാം പടച്ചവൻ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ നമ്മളെ സൃഷ്ടിച്ച ആള്. നമ്മളെ സൃഷ്ടിച്ചവനാണ് അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ ഈ ലോകം നമുക്ക് ഭക്ഷണം വസ്ത്രം തരും. ആ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, വസ്ത്രം നൽകുന്നവൻ. പിന്നെ മഴ നൽകുവൻ. മഴ നൽകുന്നവൻ. ഓക്കെ. പിന്നെ ഓക്കെ. ആ, എന്നാ തന്നെ അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനാണ്, എല്ലാം സംവിധാനിച്ചവനാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണം. എന്നാ ശ്രദ്ധിച്ചോളെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ 7 പേരുകളെ കുറിച്ചാണ് പഠിക്കുക. അള്ളാഹിന്റെ 7 പേരുകൾ നമ്മൾ ഇന്ന് പഠിക്കും. 7 കറക്റ്റ് ഇല്ലേന്ന് നോക്കണേ. ഞാൻ പറയുമ്പോ ചിലപ്പോ തെറ്റിപ്പോകും. ചിലപ്പോ ഏതെങ്കിലും സ്കിപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. അതാ ഇത് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു തരണം. അപ്പൊ ഇന്ന് നമ്മൾ ആ 7 പേര് പഠിക്കും. 7 പേരിന്റെ അർത്ഥം പഠിക്കും. ഈ 7 പേരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ന് വർക്ക് ചെയ്യാനുണ്ട്. റെഡിയാണോ? എല്ലാവരും സെറ്റാണോ? റെഡി? സെറ്റാണ് ഇങ്ങനെ കേട്ടോ. റെഡി റെഡി റെഡി. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. ആ, നെഷ്വയൊക്കെ നല്ല ഉഷാറായിക്കണേ. നെഷ്വയൊക്കെ ഉഷാറായി. നെഷ്വാന്റെ സാംസങ് എന്നുള്ള പേരൊക്കെ മാറിയിട്ട് നെഷ്വാൻ തന്നെ വന്നിട്ടുണ്ട് മക്കളെ. നെഷ്വയൊക്കെ റെഡിയാണ്. ഓക്കെ, എന്നാ ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആരാണ് അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാഹിനെ അറിയുക എന്നുള്ളതിൽ ഒന്നാമത്തെ കാര്യമാണിത്. അൽ ഖാലിഖ്. അള്ളാന്റെ ഒരു പേരാണ് അൽ ഖാലിഖ്. എല്ലാം സൃഷ്ടിച്ചവൻ എന്നുള്ളത്. എല്ലാം സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. എഴുതിയേ, ഒന്നാമത്തെ പേരാണ് നമ്മൾ പറയണത് അൽ ഖാലിഖ്. അള്ളാന്റെ പേരാണ് അൽ ഖാലിഖ്. അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ചവൻ. എല്ലാം സൃഷ്ടിച്ചവൻ അല്ലെ? എല്ലാം പടച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ്. ഈ ലോകത്ത് ആകാശം ഉണ്ടാക്കിയത് ആരാ? അള്ളാഹ്. ഭൂമി ഉണ്ടാക്കിയത് ആരാ? സൂര്യൻ ഉണ്ടാക്കിയത് ആരാ? എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരികയാണ്. ചെറിയൊരു വർക്കാട്ടോ. കുറെ സമയമൊന്നും ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ സമയം. ഒരു അള്ളാഹു സൃഷ്ടിച്ച 3 കാര്യങ്ങൾ വേഗം എഴുതിയേ. അള്ളാഹു സൃഷ്ടിച്ച 3 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റണമായിരിക്കണം. അള്ളാഹു സൃഷ്ടിച്ച 3 എണ്ണം. വേഗം 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 എഴുതി കഴിഞ്ഞാൽ പറയണേ. 3 എണ്ണം, വെറും 3 എണ്ണം. 3 സാധനങ്ങൾ എഴുതിയാ മതിയാ. 3 എണ്ണം. 3. അത് ആകാശം എഴുതാ, ഭൂമിന്ന് എഴുതാ, നക്ഷത്രങ്ങളെന്ന് എഴുതാ, എന്തും എഴുതാം. അള്ളാഹു സൃഷ്ടിച്ച മൊബൈലിൽ നിന്ന് എഴുതാൻ പറ്റൂല. മൊബൈൽ അള്ളാഹു സൃഷ്ടിച്ചതല്ല. പക്ഷെ മൊബൈലിന്റെ പലതും എന്താണ്? അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ സ്റ്റക്ക് ആണെന്നോ? സ്ക്രീൻ നിങ്ങളെ നോട്ടിൽ എഴുതുക. നോട്ടിൽ എഴുതുക. അള്ളാഹു സൃഷ്ടിച്ച 3 എണ്ണം എന്തൊക്കെ? ഏത് വേണമെങ്കിലും എഴുതാം. എഴുതി കഴിഞ്ഞോ? ഇത് കഴിഞ്ഞാ പിന്നെ ഓരോരുത്തരും പറഞ്ഞു. ഓക്കെ, ഞാൻ പേര് വിളിക്കും. ഓരാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ. ഓരാണ് പറഞ്ഞു തരേണ്ടത്. ഒന്ന് നമ്മൾ ചോദിക്കുന്നത് ഫൈഹ മോളോടാണ്. ഫൈഹ മോള് പറഞ്ഞേ, ഏതെങ്കിലും 3 എണ്ണം പറഞ്ഞ അള്ളാഹു സൃഷ്ടിച്ച. ഭക്ഷണങ്ങൾ അള്ളാഹു നൽകണത്. പിന്നെ മോള് എഴുതിയത് വായിച്ചോ. ഫൈഹ എഴുതിയിട്ടില്ലേ? മനുഷ്യന്മാർ. ഏതൊക്കെ ഫൈഹ വായിക്കും?
എഴുതിയത് വായിക്ക. ഏതാ? മനുഷ്യൻ. മനുഷ്യന്മാരെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. പിന്നെ ഭൂമി. ഭൂമി. ഓക്കെ. അപ്പോ മനുഷ്യന്മാരെ, ഭൂമിയെ, പിന്നെന്താ ഫസ്റ്റ് പറഞ്ഞേ? ഭക്ഷണം അല്ലെ? ഓക്കെ. എന്നാൽ ഈ മൂന്നെണ്ണം ഇനി ആരും പറയാൻ പാടില്ലേ? ഈ മൂന്നെണ്ണം ഇനി ആരും പറയാൻ പാടില്ല. ഇതല്ലാത്തതാണ് പറയേണ്ടത്. അത് പറയാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുകയാണ്. ഒരു മിനിറ്റ്. മുഹമ്മദ് ബിൻ സൽമാൻ. യെസ്, മുഹമ്മദ് പറഞ്ഞേ. ഈ മൂന്നെണ്ണം അല്ലാത്ത പറയണം കേട്ടോ. മഴ. മഴ. ഓക്കെ, ഗുഡ്. മരം. മരം. കാറ്റ്. കാറ്റ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ 6 പറഞ്ഞു. ഇനിയിപ്പോ 6 പറഞ്ഞു. ഈ 6 അല്ലാത്തത് പറയാൻ വേണ്ടി ബഹുമാനനായ ഷാസിലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഷാസിൽ മോൻ പറഞ്ഞേ. എങ്ങനെ? കേട്ടില്ല. നമ്മൾക്കായിട്ട് വീട്. ആ മോനെ എഴുതിയത് പറയാ. എഴുതിയത് പറയാ. നമ്മൾക്ക് പിന്നെ ഷാസിൽ എന്താ എഴുതിയത്? എന്താ? നമ്മൾക്കായിട്ട് വീടുണ്ട്. വീടുണ്ട്. ഖുറാനുണ്ട്. ഖുറാനുണ്ട്. ഇതൊന്നും നമ്മൾ അള്ളാന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് പറയാം. അല്ലാതെ ഉണ്ടല്ലോ വേറെ കുറെ. അത് പറഞ്ഞേ. വേറെ ഏതാള്ളേ? മലക്ക്. മരങ്ങൾ. കേടോ. ഷാസില് പറയട്ടെ. ഷാസില് തോറ്റോല്ലേ? അതാ നമുക്കറിയണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വേറെ പറയാൻ ആളുണ്ട് ഇവിടെ. അതാ ഫാത്തിമ റഹീമൊക്കെ ഇങ്ങനെ റെഡി ആയി നിൽക്ക പറയാൻ. മരങ്ങള് പറഞ്ഞു മിസ്റ്റർ. മരങ്ങളിവിടെ പറഞ്ഞു. പിന്നെ ഷാസില് പറയട്ടെ. ഓക്കെ, പറയാ. പറഞ്ഞ ശരിയാണ്. വെള്ളം ശരിയാണ്. പിന്നെ കൃഷി. ഓക്കെ, ഗുഡ്. പിന്നെ നമ്മൾക്ക് പഠിക്കാൻ. പഠിക്കാനല്ലേ? വേഗം പറയൂ ഷാസിൽ. ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് ഇനി അടുത്തത് നെഷ്വ പറഞ്ഞേ. നെഷ്വ പറഞ്ഞേ. ഇതല്ലാത്ത 3 പറഞ്ഞേ. വെള്ളം. വെള്ളം പറഞ്ഞു. വാഹനം. ഓക്കെ 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 ഓക്കെ. അപ്പോഴേ വാഹനം. വേറെ ഏതള്ളേ? വേറെ ഏതള്ളേ? പറയട്ടെ. പറയണ്ട. ഇത് കഴിയട്ടെ, എന്നിട്ട് നിന്നോട് ചോദിക്കാട്ടോ. പറയാ. നെഷ്വാന്റെ കഴിഞ്ഞ ഫാത്തിമ റഹീം അണിഞ്ഞ് പറയണം. നെഷ്വ കഴിഞ്ഞോ? അയ്യേ പോരട്ടാ. ഉഷാറായിട്ട് പറയാൻ കഴിഞ്ഞിരുന്നു. ഞാൻ അടുത്ത കേട്ടോ. അടുത്ത കഴിഞ്ഞ ഫാത്തിമ റഹീം പറയട്ടെ. ഫാത്തിമ റഹീം. ഓക്കെ. മലക്ക്. മലക്ക്. ഗുഡ്. പിന്നെ ജിന്ന്. ഗുഡ്. പിന്നെ മണ്ണ്. മണ്ണ്. ഓക്കെ, റെഡി. മതി. 3 മതി. ഓക്കെ. അപ്പോ ഉഷാറാക്കിയിട്ട് ആര് പറഞ്ഞു? ഫാത്തിമ റഹീം പറഞ്ഞു. ഇനി അടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഒഴിവാക്കുണ്ടോ? ചില ആൾക്കാർ ലെഫ്റ്റ് അയക്കണല്ലോ. ഇടി, മിന്നൽ. ഇടി, നുള്ള്, മാന്തല്, അടിക്കല്, കടിക്കല്. അതാണോ? ഇടി.
ആ മിന്നൽ ആ വസ്ത്രം. യാ ഗുഡ് ഗുഡ് ഗുഡ്, അടിപൊളി അടിപൊളി. ഇടി, മിന്നല്, വസ്ത്രം അല്ലെ. ഇടി, പിന്നെ മിന്നല്, കാറ്റ്, വെളിച്ചം, പിന്നെ തീയ്, വെള്ളം, വായു. വായു പറഞ്ഞല്ലോ. ഇങ്ങനെ നക്ഷത്രങ്ങള്, സൂര്യന്, ചന്ദ്രന്, എത്രങ്ങാനുണ്ട്. നമുക്ക് നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു വർക്ക് തരാണ്. അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എഴുതാൻ പറ്റും? ഒന്ന് നിങ്ങൾ പറഞ്ഞു, എത്ര എഴുതാം? എത്രണ്ണം പറയും? എത്രണ്ണം എന്ന് പറയും നിങ്ങള്? 20. വേഗം വേഗം, എത്രണ്ണം എഴുതാം? 20. 20 ഒരു 25 വേണ്ടേ? ഇവിടെ അബ്ദുലാദിത 100 എന്നൊക്കെ പറയുന്നുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. 100 എഴുതാൻ ശരിക്കും അത്രത്തോളം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, 25 മതി. 25 എന്തായാലും എഴുതാം. എഴുതുമല്ലേ? അപ്പൊ ഒരു വർക്കാണ്, ഒന്നാമത്തെ വർക്ക് അതാണ്. കുറെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാണ്ട്. എല്ലാരും സ്കൂളൊക്കെ ഫ്രീ അല്ലേ? ആ ഇനി ഇതിന് വേണ്ടിട്ട്, ഈ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മ ആ ഫോണൊന്ന് തരും, എനിക്ക് വർക്ക് ഉണ്ട് എന്ന് പറയണ്ട. ഇത് ഇങ്ങനെ എഴുതണ്ടേണ്. 1 വായു, 2 വെള്ളം, 3 സൂര്യൻ, 4 ചന്ദ്രൻ എന്നിട്ട് ഇങ്ങനെ എഴുതിയാ മതി. അതിന് ഫോണ് ചോദിക്കരുത്. മനസ്സിലായല്ലേ? ഫോണ് ചോദിക്കാൻ പാടില്ല. റെഡി? അബ്ദുൽ ഹാദിന്റെ കൂടെ അബ്ദുൽ അതിലും കൂടി ഉണ്ട്. എഴുതൂലേ? റെഡി? ഓക്കെ. നഷ റെഡി അല്ലേ? നഷ ബിൻത്ത് ഷഫീഖ്, നഷ റെഡി അല്ലേ? എഴുതൂലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബിലാൽ, ബിലാൽ കൊണ്ടോട്ടി, റെഡി? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഷയാൻ, ഷയാൻ മുഹമ്മദ്, റെഡി. റെഡി 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 റെഡി. ആത്തിഫ് അഹമ്മദ്, റെഡി, ഗുഡ്. അപ്പൊ എല്ലാരും റെഡിയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. അയാൻ റെഡി അല്ലേ? അയാൻ എഴുതൂലേ? അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളുടെ വർക്കാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കുറേ അള്ളാഹു സൃഷ്ടിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് എന്ത് ചെയ്യണം? എഴുതണം. അള്ളാഹു സൃഷ്ടിച്ചത് എന്തൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ എണ്ണുണ്ട്. പക്ഷെ അതിലൊരു 25, ഒരു 25 എണ്ണം മാത്രം മതി. ഒന്നാമത്തത് ക്ലിയർ ആണോ? അല്ലേ? റെഡി? എന്നാ നമ്മുടെ ഇനി അള്ളാഹുവിന്റെ രണ്ടാമത്തെ പേര് പറയാം. അപ്പൊ ഇവിടെ നേരെ ശ്രദ്ധിക്കുക. അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത്. ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും അതൊക്കെ സൃഷ്ടിച്ചത് അള്ളയാണ്. നമ്മൾ സൃഷ്ടിച്ച ഒന്നുമില്ല, ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഓക്കെ. എന്നാ നമ്മള് അപ്പൊ അള്ളാഹു എല്ലാം സൃഷ്ടിച്ചവൻ. അതിനെന്താ അറബിയിൽ എന്താ പറയാ? അൽ ഖാലിഖ്. അൽ ഖാലിഖ് എന്താണ്? അൽ ഖാലിഖ്. ഓക്കെ റെഡി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അള്ളാന്റെ പേര് പഠിച്ചു, അൽ ഖാലിഖ്. അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ ശരി. എന്നാ രണ്ടാമത്തെ അള്ളാന്റെ പേരും മൂന്നാമത്തെ അള്ളാന്റെ പേരും, 2 പേരുകൾ നമ്മൾ പറയാണ്. ഒന്ന് അർ റഹ്മാൻ എന്നുള്ളതാണ്, മറ്റൊന്ന് അർ റഹീം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ്. നേരെ ശ്രദ്ധിച്ചെന്ന്. ഇനി ഒരു ചിത്രം വരയ്ക്കാനുണ്ട് നിങ്ങൾക്ക്, ഒരു ചിത്രം വരയ്ക്കാനുണ്ട്. നേരെ ശ്രദ്ധിക്കണേ. ആരവിടെ വർത്താനം പറയുന്നുണ്ടോ? വേഗം. അള്ളാന്റെ 2 പേരുകൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് അർ റഹ്മാൻ. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ. പിന്നെ അർ റഹീം. റഹീം എന്ന് പറഞ്ഞാൽ കരുണാവാരിധി. റഹീം കരുണാവാരിധി. ബാക്കിയുള്ളവർ സംസാരിക്കുന്നുണ്ട് അവിടെ? രണ്ടെണ്ണത്തിന് മീനിങ് ഇല്ലല്ലോ. ഇല്ല, റഹ്മാൻ എന്നാണ് ഞാൻ പറഞ്ഞുതരാണ്. പരമകാരുണ്യകൻ. നമ്മൾ ആ 2 കൂടിയാണ് എല്ലാവരോടും കരുണയുള്ളവൻ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഉസ്താദേ, നമ്മൾ എഴുതണ്ടേ?
എഴുതണം. റഹീമിന്റെ മീനിങ് അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ. അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണാവാരിധി. എഴുതി കഴിഞ്ഞാൽ പറയാം, എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ റഹീം എന്താ? റഹീം എന്താ? അർ റഹീം കരുണാവാരിധി, കരുണാവാരിധി. എന്താണിത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ് അർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പരമകാരുണ്യകനാണ്. എല്ലാവരോടും അള്ളാഹുവിന് കാരുണ്യം. എല്ലാവരും. ഓക്കെ. റഹീമിന്റെ അർത്ഥം എന്താ? റഹീം എന്ന് പറഞ്ഞ കരുണാവാരിധി, കരുണാവാരിധി. എഴുതി. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പരമകാരുണ്യകനാണ്. അള്ളാഹു കരുണാവാരിധിയാണ്. അഥവാ അള്ളാഹു എല്ലാവരോടും കരുണയുള്ളവനാണ്. എല്ലാവരോടും അള്ളാഹ്ക്ക് അങ്ങേയറ്റത്തെ കാരുണ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്ക് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും ഇങ്ങനെ പറയും. എന്തൊക്കെ തന്നിട്ടുണ്ട് അള്ളാഹ് നമുക്ക്? നമുക്ക് കണ്ണ് തന്നു അല്ലേ? കണ്ണ് അള്ളാഹ് നൽകിയ അനുഗ്രഹം അല്ലേ? ജീവൻ. അല്ലേ? ജീവൻ തന്നു നമുക്ക്, ജീവിക്കാനുള്ളത് തന്നു, ആകാശം തന്നു, ഭൂമി തന്നു. അങ്ങനത്തെ കുറെ ഉണ്ട്. കേട്ടോളിക്കോ. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ജീവൻ തന്നു, അല്ലെങ്കിൽ കണ്ണ് തന്നു, കാത് തന്നു, പല്ല് തന്നു, കൈ തന്നു. അപ്പൊ നോക്കി നമ്മളെ കണ്ണ് നോക്കിക്കാ, അള്ളാഹ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഈ കണ്ണ് നമ്മൾ ഇങ്ങനെ അടച്ചു നോക്കിക്കാണേ, ഒന്ന് അടച്ചു നോക്ക്, എല്ലാവരും ഒന്ന് കണ്ണടച്ചു നോക്കും. വല്ലതും കാണുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? ഇല്ല. ഇല്ല. നിങ്ങൾ നോക്കുക, നമ്മളെ കണ്ണില്ല. രാത്രി ലൈറ്റ് ഉണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കറണ്ട് പോയി എന്നൊക്കെ വിചാരിച്ചോ. നമ്മൾ ഇൻവെർട്ടർ ഒന്നുമില്ല, ഒന്നും വർക്ക് ചെയ്യണില്ല, മൊബൈലും വർക്ക് ചെയ്യണില്ല, നമ്മളവിടെ നടക്കൽ ബുദ്ധിമുട്ടാക്കാൻ അല്ലേ? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് അള്ളാഹു നൽകി കണ്ണ്. ഈ കണ്ണ് നോക്കിക്ക, ഒരു 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 കുഴിയിലല്ലേ ശരിക്കും കണ്ണിന്റെ കുഴിയല്ലേ അത്? അല്ല, കുഴിയല്ലേ? കുഴിയിലല്ലാതെ ഇവിടെ നെറ്റിന്റെ മുകളിൽ കണ്ണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ രസമാകുമോ? നെറ്റിന്റെ മുകളിൽ കണ്ണ് വെച്ചാല് ഇല്ല. നമ്മളെ ഈ ഇവിടെ ഈ വിരലിന്റെ ഇവിടെ കണ്ണ് വെച്ചാലോ? ഇവിടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? റോസാപ്പൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഈ കണ്ണൊക്കെ പൊട്ടിപ്പോ അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും ശ്രദ്ധിക്കട്ടോ. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതായത് ക്യാമറ ഓഫ് ചെയ്ത് കുറച്ച് ആൾക്കാര്, ഷാസിൽ, ബിലാൽ കൊണ്ടോട്ടി, ഇസ്ന ഫാത്തിമ, യഹിയ ഹസൻ. തൂക്കിട്ടെടുക്കണേ, തൂക്കെടുക്കട്ടെ, തൂക്കെടുക്കണോ? ആണോ? തോക്കെടുക്കുക. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതെ, നമ്മൾ മുസ്ലിം ആക്കി. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് മുസ്ലിം ആയി എന്നുള്ളത്. അതേപോലെ തന്നെ കണ്ണ് തന്നു, കാത് തന്നു, പല്ല് തന്നു അല്ലെ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യം. ഒരു 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 ഒന്നിങ്ങനെ പറയും, ഏതൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നതെന്ന്. പൈസ തന്നു. പിന്നെ ബുദ്ധിശക്തി തന്നു. പിന്നെ വേഗം ദാ മുഹമ്മദ് ലഹാബ് പറയാൻ വേണ്ടി നിൽക്കണേ. വേഗം ലഹാബ് മൈക്ക് ഓൺ ആക്കിയിട്ട് ഇപ്പൊ പറയും. ഞാൻ പറയാൻ പോവാണ്. എല്ലാരും ഉണ്ടാക്കി. ലഹാബ് പറയട്ടെ. വസ്ത്രം. ലഹാബ് പറയേ. എല്ലാരും ഉണ്ടാക്കിട്ടോ. ലഹാം ഉപ്പ പറയും. നോക്കിക്കോളി. എല്ലാരും ശ്രദ്ധിച്ചിട്ട് ലഹാം പറ. ലഹാം പറ. ഉപ്പയും ഉമ്മയും.
ആ ഉപ്പയും ഉമ്മയും മാഷാ അല്ലാ മാഷാ അല്ലാ. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അല്ലെ. ചില കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചിട്ട് പിന്നെ ഓരെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നല്ലൊരു കാര്യമാണ് ലഹാബ് പറഞ്ഞത്, മാഷാ അല്ലാ അല്ലെ. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഏതല്ലേ, പിന്നെ പിന്നെന്തൊക്കെയാ അള്ളാഹു നൽകിയത്? സിബിലിങ്സ്. എന്താണ്? സിബിലിങ്സ്. ആ സിബിലിങ്സ് തന്നു അല്ലെ. അതായത് നമുക്ക് സഹോദരങ്ങൾ, ജ്യേഷ്ഠൻ, അനിയൻ, ജ്യേഷ്ഠത്തി, അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറെ ആൾക്കാരെ തന്നു. പിന്നെ കുടുംബക്കാരെ തന്നു, വാപ്പനുമ്മനെ തന്നു, വല്യമ്മാനി വല്യപ്പാനെ തന്നു. ആ ഏതാ? കണ്ണ്. കണ്ണ്. കണ്ട. അള്ളാ ഗുഡ്. ഫാത്തിമ ഉഷാർ ഉഷാർ. ഫായിമ. ആ പിന്നെ ഏതാ കേട്ടില്ല? യഹിയ പറയണ്ടേ, യഹിയ ഹസൻ പറയണ്ടേ, യഹിയ പറ മോനെ. അറിവ് തന്നു. ഗുഡ് ഗുഡ്, അടിപൊളി അടിപൊളി. അറിവ് തന്നു. ഓക്കെ റെഡി. പിന്നെ കാല് തന്നു. കാല്. കാല് തന്നു. കാലില് വിരലുകൾ തന്നു, വിരല് നഖം തന്നു അല്ലെ. ഇതൊക്കെ അള്ള നൽകിയതാണ്. എന്നാൽ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ വർക്ക് ഇതാ വരികയാണ്. രണ്ടാമത്തെ വർക്ക് ഇതാ റെഡി. എന്താ കണ്ടോളിട്ടോ, വർക്ക് എന്താന്ന് കണ്ടോ. നല്ല രസമുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ദാ എന്റെ നന്ദി മരം എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറയണം. നിങ്ങൾ വരക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു നോട്ട് ബുക്കോ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു മരം വരക്കുക. ആ മരത്തിന്റെ ഓരോ ഇലയിലും എന്ത് ചെയ്യണം, ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വരണം. ഭക്ഷണം, കാഴ്ച, കുടുംബം, വീട്, ആരോഗ്യം, ഇങ്ങനെ ഓരോന്ന് എഴുതണം. റെഡി? മനസ്സിലായോ? റെഡി? ഈ ബുക്കിൽ എഴുതിയാ മതിയാ? ആ മതി മതി. എല്ലാരും റെഡി അല്ലേ? എഴുതിയാ മതിയോ? ഉഷാറില്ലാത്തെ ആ ആ, എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 10 അനുഗ്രഹങ്ങളെങ്കിലും എഴുതണം. മിനിമം 10 എണ്ണെങ്കിലും എഴുതണം. ഓക്കെ, ഇപ്പൊ ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ആണ്. ഇപ്പൊ എഴുതാനല്ല, ഇപ്പൊ വരക്കണ്ട. നിങ്ങൾ കണ്ടോ? ചിത്രം കണ്ടില്ലേ എങ്ങനെയാ വരക്കണ്ടേ എന്നുള്ളത്? കണ്ടില്ലേ? ഒരു മരം വരക്കുക. ആ മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു 10 ഇലകളെങ്കിലും വേണം. ആ ഓരോ ഇലയിലും ഓരോ അനുഗ്രഹം മിനിമം. ഇനി 10 എന്നുള്ളത് 15ഓ 20 ഒക്കെ ആയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, നല്ല വൃത്തിയിൽ വരക്കണം. റെഡി? റെഡിയാണോ? എന്നാൽ ഇനി ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്. അപ്പോ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഇതില് കണ്ണ് കാണാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാല് നമ്മൾ ബുദ്ധിമുട്ടൂലേ? വീട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാ വീടുണ്ട്. നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്. എന്നാല് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവം പറഞ്ഞുതരാം. ഞാന് പിന്നെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരിക കേട്ടോ. അപ്പോ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടടുത്തുള്ളൊരു പിന്നെ തട്ടുകടന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കണം. അപ്പൊ നോക്കുമ്പോ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അപ്പൊ നോക്കുമ്പോ ഉണ്ട് ഒരാള് ഒരു ഷോപ്പിന്റെ മുന്നിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറെ അങ്ങോട്ട് നടക്കും, കുറെ ഇങ്ങോട്ട് നടക്കും, പിന്നെ അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് നടക്കും, ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് എന്താ ഇപ്പൊ ഇയാൾ ഇങ്ങനെ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ നടക്കണം? എന്താ ഇയാൾക്ക് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി നേരെ ഇയാൾ ചെന്ന്, നിങ്ങളെന്താ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഇയാൾ പറയാണ്, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, എന്നെ ആരും നോക്കാനില്ല. ദാ ഈ ഷോപ്പിന്റെ മുന്നിലാണ് ഞാൻ കിടക്കാറുള്ളത്. അവിടെ ആ ഷോപ്പിന്റെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ വിരിപ്പ് അവിടെ വിരിച്ചിട്ട് ഞാൻ ഇവിടെ കിടക്കും. എനിക്ക് വീടൊന്നുമില്ല. എനിക്ക് കേട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നോക്കിയേക്കാം, നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അല്ലെ, അല്ലെങ്കിൽ റൂമുണ്ട്, നമുക്ക് ബെഡ് ഉണ്ട്, നമ്മുടെ ഇതിന്റെ പുതപ്പ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ, എന്റെ പുതപ്പാണത്. ഇതൊക്കെ പടച്ചോൻ നമുക്ക് തന്നതാ. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൻ തരുന്നുണ്ട്.
അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പൊ നോക്കിയേക്കാം, നമുക്ക് കണ്ണിന്റെ വില അറിയണം എന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ പറയും കണ്ണില്ലെങ്കിലാണ് കണ്ണിന്റെ വില അറിയാം. കണ്ണില്ലാതാവണ്ട, കണ്ണില്ലാതാവണ്ട. നമ്മളെ കണ്ണില് നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഒരു പാറ്റേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഒരു കരടോ ഒക്കെ കണ്ണിലോട്ട് കുടുങ്ങി കഴിഞ്ഞാല് പിന്നെ നമുക്ക് കണ്ണു തുറക്കാൻ കഴിയുമോ? കഴിയോ? ഇല്ല. നമ്മളിങ്ങനെ അവോട് കൊടുപോലെ കൊടുപോലെ ഇങ്ങനെ കാര്യം ശരിയല്ലേ? അപ്പൊ നമ്മൾ ഭയങ്കര കണ്ണ് വേദനയാണ്, അതാ ഇതാന്നൊക്കെ പറയും അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പല്ല്, ഇതാ ഇപ്പൊ എല്ലാവർക്കും പല്ലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറച്ചി കഴിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്, പച്ചക്കറി കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അല്ലെ? എന്തെല്ലാം ഇപ്പൊ മാങ്ങയൊക്കെ ഇങ്ങനെ ആമെന്നുകൊണ്ട് ഭയങ്കര ഉഷാറായിട്ട് കഴിക്കും അല്ലെ? ശരിയല്ലേ? എന്നാല് ചില ദിവസം കാണാൻ നമ്മക്ക് ഇങ്ങനെ പലരും ഡോക്ടർക്ക് കൊണ്ടുപോകുന്നല്ലേ ഇങ്ങനൊക്കെ അറിയുന്ന ആൾക്കാരില്ലേ? അത് ഇതിലുണ്ട് എനിക്കറിയാം അങ്ങനെ. അപ്പൊ അങ്ങനെ പല്ല് വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ കരയും. അപ്പൊ നമുക്ക് അപ്പോഴാണ് നമ്മള് അൽഹംദുലില്ലാ എനിക്ക് പല്ല് ഉണ്ടല്ലോ അല്ലെ, അൽഹംദുലില്ലാ. പല്ലില്ലെങ്കിലോ? നിങ്ങൾ ആലോചിക്കുക, പല്ലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മാങ്ങ തിന്നുക? എങ്ങനെ മാങ്ങുന്ന? ജ്യൂസായിട്ട് കുടിക്കാം, പക്ഷെ തിന്നണ ടേസ്റ്റ് കിട്ടൂലല്ലോ. ഇറച്ചി എന്താ ജ്യൂസ് അടിച്ച് കുടിക്കുക? ഇറച്ചി ജ്യൂസ് അടിച്ച് കുടിച്ചാൻ പറ്റുമോ? ഇറച്ചി തിന്നണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പല്ല് വേണ്ടേ? അപ്പൊ അള്ളാഹ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പല്ല് എന്നുള്ളത്. കണ്ണ് എന്നുള്ളത്. ചെവിയോ? ചെവിയോ? ചെവി ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക് അല്ലെ? ചെവിന്റെ ആ ഒരു ഇത് നമ്മള് രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ശ്രദ്ധിക്കണേ, രാത്രി നമ്മൾ ഇങ്ങനെ കിടക്കാട്ടോ, നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയല്ല കൂർക്കം വലിച്ച ഇങ്ങനെയൊക്കെ കൂർക്കം വലിച്ച് ഇങ്ങനെ കിടക്കുമ്പോണ്ട് ഒരാൾ ഇങ്ങനെ വരുന്നു, ടും ടും ടും. ആരാ? ആരാ? കൊതുകൊന്നല്ല, മെല്ലെ ഒരാൾ ഇങ്ങനെ നടന്ന് വന്നിട്ട് മുത്തുമണിയെ ഉറങ്ങാണില്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നിട്ട് നേരെ നമ്മളെ ചെവിന്റെ ഉള്ളിൽ കൊണ്ടു. ആരാ? പ്രാണി. പ്രാണികളല്ല, ഉറുമ്പ്. ഉറുമ്പ്. ആ ഉറുമ്പട് കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ന് അവിടെ കിടന്നോട്ടോ, നല്ല സുഖല്ലേ എനക്ക് ഇവിടെ കിടന്നോ എന്നാ പറയാ? നമ്മള് ചാടി എടുത്ത് എന്റെ അമ്മ പറയും. ഇമ്മ പടച്ചറമ്പ് ഇതെന്താണ് വല്ല ലോകാവസാനം ഉണ്ടായി വിചാരിച്ചിട്ട് വേഗം ഓടിയേ. അപ്പോഴാക്കാരം പറയും എന്റെ ചെവിയിൽ എന്തോ കേറി കൊടുത്തു, അതെ ഇളകുണ്ട് എന്നൊക്കെ പറയും അല്ലേ? ആകെ പ്രശ്നക്കാരെ നമ്മൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മക്ക് ആ ചെവി പടച്ചോൻ തന്ന വലിയൊരു അനുഗ്രഹം. ചെവിന്റെ ഉള്ളില് വല്ല പിന്നെ പാറ്റയോ പ്രാണിയോ പിന്നെ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കേറിയ അവിടെ കഴിഞ്ഞു. ഇതൊക്കെ അള്ളാഹ് നമുക്ക് നൽകിയ, ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് എപ്പോഴാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നുകിൽ അതില്ലാത്ത ആളുകളെ കാണുന്നു. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ കാണാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി കുറെ ആൾക്കാർ ഇങ്ങനെ രോഗികളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ പാവടാട്ടോ പാവേ പാവേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. ആ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം അതാണ് കണ്ണ്, കാത്, മൂക്ക്, നാവ് അല്ലെ? എങ്ങനെല്ലാം അള്ളാഹു നമുക്ക് ഇപ്പൊ നാവ് അള്ളാഹ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഓരോന്നും ടേസ്റ്റ് ഒക്കെ എങ്ങനെ നല്ല രസമുണ്ടാകും അല്ലെ? ഈ നാവില് നല്ല ചൂടുള്ള ചായ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാകുക? നല്ല രസം ഉണ്ടാവും അല്ലേ? പൊള്ളു. പിന്നെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. പൊള്ളി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആകുമ്പോ എന്തോ അതെ. അപ്പൊ നമ്മള് രണ്ടാമത്തെ വർക്കാണ് ഇപ്പൊ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട്, അത് നമ്മക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒരു ട്രീ വരക്കണം. ഒരു ട്രീ വരച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? ലീഫ് ആയിട്ടാണ് ഇങ്ങനെ എഴുതണ്ടേ. ഓക്കെ, റെഡി അല്ലേ? റെഡി ഉണ്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊക്കണം. റെഡി ആയ ആൾക്കാർ ഇങ്ങനെ നോക്കിയാലും മതി, ഇങ്ങനെ ആക്കിയാലും മതി. യെസ്, ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്നാ നമ്മൾ ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാണ്. മൂന്നാമത്തെ ഇപ്പൊ അള്ളാന്റെ 3 പേരുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഏതൊക്കെയാ? പിന്നെ 2
الرحمن الرحيم الرحمن الرحيم. ഓക്കെ, ഗുഡ് ഗുഡ്. എന്നാ ഇനി നാലാമത്തെ പേര് പറയണേ, എല്ലാരും ശ്രദ്ധിച്ചോ. നാലാമത്തെ പേരാണ് കാണിക്കുന്നത്. നാലാമത്തതാണ് അൽ ബസീർ അസ്സമീ. അൽ ബസീർ അസ്സമീ. കഴിഞ്ഞു കഴിഞ്ഞു. അൽ ബസീർ അസ്സമീ എഴുതിക്കോ. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്ന. വേഗം എഴുതി, വേഗം. ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും. അല്ലാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവൻ. രണ്ട് അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവൻ. എന്തും അള്ളാഹു കാണും. അള്ളാഹു കാണാത്ത ഒന്നുമില്ല. അള്ളാഹു നമ്മൾ എന്ത് പറഞ്ഞാലും അത് ആര് കേൾക്കും? അല്ലാഹു. ഇനി ഞാൻ പറയണ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണത്. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു കേട്ടോ. ഒരു കഥ പറഞ്ഞുതരാണേ. എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? ഓക്കെ. ഒരു ക്ലാസ്സില് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. അങ്ങനെ അതിൽ ആ ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടീനോട് ഉസ്താദിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ കുട്ടീനെ നല്ല ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരു എന്താ ഓരോട് മാത്രം ഇഷ്ടം? അതാ നമ്മളും ഇപ്പൊ ഇവിടെ തന്നെയല്ലേ പഠിക്കണേ. എന്താ ഓരോട് മാത്രം ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ തോന്നല് ബാക്കിയുള്ളവർക്കൊക്കെ. അപ്പൊ ഇവര് ചോദിച്ചു, ഉസ്താദെ എന്താ ഉസ്താദിന് ഓരോട് മാത്രം ഇഷ്ടം എന്താ? ഞങ്ങളെക്കാൾ കൂടുതൽ ഓനക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞുതരാം. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്ത് വെച്ചാല് എല്ലാരെ കയ്യിലും ഓരോ മിഠായി കൊടുത്തു. ശ്രദ്ധിക്കട്ടോ, എല്ലാരും ശ്രദ്ധിച്ചോളേ. എല്ലാരെ കയ്യിലും ഓരോ മിഠായി കൊടുത്തു. എല്ലാരെ കയ്യിലും മിഠായി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് കഴിക്കണം. ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് കഴിക്കണം. അങ്ങനെ കുട്ടികൾ ഓരോ മൂലയിലൊക്കെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയി ഇപ്പുറത്തെ റൂമിൽ പോയി, അല്ലെ, അല്ലെങ്കിൽ വേറെ എവിടെ ചുമരിന്റെ അപ്പുറത്ത് പോയി, ഇങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ പോയി കഴിച്ചു. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്ത് വെച്ചാല്, ഈ ഉസ്താദിന് ഇഷ്ടമുള്ള കുട്ടി ഉണ്ടല്ലോ, ഓനെങ്ങനെ നടന്നു പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചുണ്ടാകും. ഗുഡ് ഗുഡ് ഗുഡ്. ഇവര് എല്ലാരും പോയി വന്നു, ഈ കുട്ടി അവിടെ ഇരിക്കണം. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എല്ലാരും കഴിച്ചോ? മുട്ടായി കഴിച്ചോ ചോദിച്ചു. ആ കഴിച്ചു ഉസ്താദ്, എല്ലാരും കഴിച്ചോ? ആരെങ്കിലും കണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ഞാൻ ഒറ്റക്ക് പോയി കഴിച്ചു. അപ്പൊ ഈ കുട്ടിനോട് ചോദിക്കാണ്, നീ കഴിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള കുട്ടികളോ, ഓനെ ഒന്നും കഴിയൂലട്ടോ, ഓനെ ഉസ്താദ് പറഞ്ഞിട്ടോ കേട്ടില്ല നേരെ. ബാക്കി എല്ലാരും ഓനെങ്ങനെ കളിയാക്കാണ്. അപ്പൊ ഉസ്താദ് ചോദിക്കാണ് ഈ കുട്ടിനോട്, എന്താ മോനെന്താ കഴിക്കാന്നെന്ത്? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്താ പറഞ്ഞറിയോ? ഞാൻ എവിടെ പോയി വിളിച്ചാലും ആര് കാണും? അല്ലാഹു കാണും. അല്ല കാണാത്തൊരു സ്ഥലമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാനും കഴിക്കാതെ പോന്നു. ഉസ്താദ് പറഞ്ഞത് ആരും കാണാതെ കഴിക്കണം എന്നല്ലേ. ആരും കാണാതെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമില്ല, അല്ല കണ്ടുണ്ടല്ല. ഇതാണ് നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ല എല്ലാം കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഫോൺ എടുക്കുമ്പോ നമ്മൾ കാണുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? അല്ല നമ്മളെങ്ങനെ നോക്കുന്നുണ്ട്. അത് എന്താ കാണണേ? ഉമ്മല്ല ഉപ്പല്ല വിചാരിച്ചിട്ട് എന്തും കാണുക പറ്റൂലട്ടോ.
അങ്ങനെ കാണാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ നോക്കും, ഉറങ്ങല്ലേ, വാപ്പ ഉറങ്ങല്ലേ, മെല്ലെ ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ട് ആ ചോക്ലേറ്റ് എടുക്കുമ്പോ മനസ്സിലാക്കുക ആര് കാണുന്നുണ്ട്? ആ, അത് പേടിച്ചു. അങ്ങനെ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യും? അള്ള കാണുന്നു എന്നുള്ള ബോധ്യപ്പെടൽ നമുക്കുണ്ടാവും. അപ്പൊ അള്ള കാണുന്ന, അള്ള എല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു കുരുത്തക്കേട് കാണിച്ചാൽ ആര് കാണും? ഉണ്ടോ? അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കണം, അള്ള കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അള്ള എല്ലാം കേൾക്കുന്നവനാണ്. എന്താ അതിന്റെ അറബി എന്താണ്? എന്താണ്? അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അള്ളാന്റെ ഏതൊക്കെ പേര് പഠിച്ചു? അൽ ഖാലിഖ്. ഉറക്കെ പറഞ്ഞേ, എല്ലാരും ഉറക്കെ പറയും. എല്ലാം സൃഷ്ടിക്കുന്ന. ഓക്കെ, അൽ ഖാലിഖ്. രണ്ടാമത്തെ എന്തിന്റെ പേര്? അർ റഹ്മാൻ. എന്താ പേര്? الرحمن രണ്ട് അർ റഹീം. അർ റഹീം. ഉറക്കെ പറയും. البصير പിന്നെ അൽ ബസീർ. നാലാമത്തത് അൽ ബസീർ, എല്ലാം കാണുന്നവൻ. ഇല്ല, ബസറ, ബസർ എന്ന് പറഞ്ഞ കാഴ്ച. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണും. പിന്നെ അഞ്ചാമത്തതാണ് അസ്സമീഅ്. അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ് ആര്? അല്ലാഹു. അപ്പൊ നമ്മൾ 5 പേരുകൾ പറഞ്ഞു. 5 പേര് പറഞ്ഞു. ഏതൊക്കെയാന്ന് കൂടി പറയാം, കൂടി പറയാം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, ഒരു പറയണം കേട്ടോ. ഷയാൻ പറഞ്ഞേ, ഷയാൻ മുഹമ്മദ്. അൽ ഖാലിഖ്, അർ റഹ്മാൻ, അർ റഹീം, അൽ ബസീർ, അസ്സമീഉ. ഓ, ഗുഡ്, അടിപൊളി, സൂപ്പർ. ഓക്കെ, എന്നാൽ ബിലാൽ പറഞ്ഞേ. അൽ ഖാലിഖ്, അർ റഹ്മാൻ, അർ റഹീം, അൽ ബസീർ, അസ്സമീഉ. ഓക്കെ, ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മൾ അള്ളാന്റെ 5 പേരുകൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് അള്ളാഹു, മറ്റൊന്ന് അർ റഹ്മാൻ, മറ്റൊന്ന് അർ റഹീം, 3 അൽ ബസീർ, 4 അൽ ബസീർ, 5 അസ്സമീഅ. എന്നാ ഞാൻ 6ാമത്തെ പറയാട്ടോ. 6ാമത്തെ പറയട്ടെ? റെഡിയല്ലേ? റെഡി. ഓക്കെ, എന്നാൽ 6ാമത്തെ ഇവിടെ നമ്മളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അള്ളാഹു എല്ലാം കാണുന്നവനാണോ എന്ന് പറയുമ്പോഴേ, അള്ളാഹു കാണാത്ത വല്ല സ്ഥലമുണ്ടോ? ഇല്ല. നോക്കിയേക്ക, ആ CCTV ഉണ്ടോ? ഒരു ക്യാമറ ഉണ്ടോ? നമ്മൾ മെല്ലെ പോയിട്ട് ആരും കാണില്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി ചെയ്യുകയാണെങ്കിലും അവിടെ CCTV ഇല്ലെങ്കിലും ആരുണ്ട്? അല്ലാഹു. അള്ളുണ്ട്. അള്ള കാണുന്നു. CCTV കാണുന്നുണ്ടാവൂല, വേറെ വാപ്പ കാണുന്നുണ്ടാവൂല, അമ്മ കാണുന്നുണ്ടാവൂല, ജ്യേഷ്ഠൻ കാണുന്നുണ്ടാവൂല, ഒക്കെ ശരിയാണ്. പക്ഷെ അള്ള കാണും. അയാളെ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ മെല്ലെ ഉമ്മ എടുത്തു വെച്ച ഏതെങ്കിലും ഐസ്ക്രീം എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോ ഇത് അള്ള കാണുന്നുണ്ട്. ഭക്ഷണം എടുക്കുമ്പോ മെല്ലെ എടുക്കുമ്പോ മനസ്സിലാക്കണം അള്ള കാണുന്നുണ്ട്, അല്ലെ? ഓക്കെ, ഇനി അതേപോലെ അള്ള എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാരും അവരവരുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചേ. ഇടത് ഭാഗത്താണ് നമ്മളെ നെഞ്ച്. അവിടെ ഇങ്ങനെ വെച്ച് നോക്കിക്ക. ഒച്ച ഉണ്ടാക്കിയത് കേട്ടോ, ആരും ഒച്ച ഉണ്ടാക്കിയാൽ ഇങ്ങനെ വെച്ച് നോക്കിക്ക. ഹാർട്ട് ബീറ്റ് ഇല്ലേ? ഇങ്ങനെ ടും 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 ഇല്ലേ? അടിക്കണല്ലേ? നമ്മൾ അറിയണന്നല്ല, ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ആരറിയുന്നുണ്ട്? അള്ള കേൾക്കുന്നുണ്ട്. നമ്മള് കേൾക്കണില്ല. നമ്മള് മിണ്ടാതിരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഉമ്മാന്റെ ഒക്കെ ചെവിന്റെ അടുത്ത്, അല്ല ഉമ്മാന്റെ ഒക്കെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ പോയി, അല്ലെങ്കിൽ വാപ്പാന്റെ ഒക്കെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കേൾക്കുക. പക്ഷേ അതും ആരറിയുന്നുണ്ട്? അള്ള കേൾക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല പേടിക്കണം. അള്ള കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് വേറൊന്നും മോശത്തരങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കളവ് പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. കളവ് ഇങ്ങനെ അവിടെ നാവെന്ന് വരുമ്പോ എന്ത് ചെയ്യുക?
നമ്മൾ മനസ്സിലാക്കുക, അള്ള കേൾക്കുന്നുണ്ട്, ഞാൻ അത് പറയാൻ പറ്റൂല, ഇങ്ങനത്തെ വാക്കിന്റെ നാവെന്ന് വരാൻ പാടില്ല, ആ പേടി നമുക്ക് ഉണ്ടാവണം. ഓക്കെ, എന്നാൽ ഇനി അടുത്തതാണ് അള്ളാഹുവാണ് അർ-റസ്സാഖ്. അർ-റസ്സാഖ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ്. എല്ലാവർക്കും ഭക്ഷണം നൽകും. നേരെ ശ്രദ്ധിച്ചോ, 6ാമത്തെ പോയിന്റാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ. എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഉസ്താദ് റസാഖ് ആൻഡ് ഉപ്പാന്റെ അല്ല ആൻഡ് ബെല്ലുപ്പാന്റെ പേരാ. ആ തന്നെ, മാഷാ അല്ലാ, മാഷാ അല്ലാ. റസാഖ് അല്ലേ? Please. എഴുതി എഴുതി. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ് ആര്? അർ-റസാഖ് അല്ലെ? നിങ്ങൾ ഇന്നിങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീടിന്റെ ഭാഗത്ത് കൂടി നോക്കുമ്പോ കാണാം ഒരു വരിയിലും ഇങ്ങനെ പോണ്ടാവും, വരിയായിട്ടൊരു ടീം ഇങ്ങനെ പോണ്ട്. ആരാ പോണേ? ഉറുമ്പ്. യെസ്, ഗുഡ് അല്ലെ? നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വന്ന് മെല്ലെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോണ്ടാവും. നമ്മളെ കണ്ണില് പോലും കാണാത്ത രൂപത്തിൽ അത്രയും ചെറുതാണ് ഒരുക്കുള്ള ഭക്ഷണം. പക്ഷെ ആ ഭക്ഷണം കൊടുക്കുന്നത് ആരാ? അല്ലാഹുവാണ്, റസ്സാഖാണ്. നമ്മുടെ ഒരു പേടി പേടിക്കണം. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. കാരണം എന്താ? ഇതൊക്കെ തരാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു. നമുക്ക് എന്ത് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിലും ഒക്കെ തരാൻ കഴിയുന്ന റസ്സാഖ്. അപ്പൊ നമ്മള് പടച്ചോനെ എന്ന് എനിക്ക് റിസ്ക് നൽകണേ, എനിക്ക് ഭക്ഷണം നൽകണേ, എനിക്ക് ജോലി നൽകണേ, ഇതൊക്കെ പറയേണ്ടത് ആരോടാ? അള്ളാഹിനോട് അല്ലെ? അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. അള്ളാഹുവാണെങ്കിൽ ഭക്ഷണം ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹുവോട് തന്നെ. അള്ളാഹുവിനോട്. ഓക്കെ, എന്നാ 7ാമത്തെ പോയിന്റ്, ലാസ്റ്റ്. ഇതിൽ ഒരു ചെറിയൊരു വർക്ക് കൂടി നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഒരു വർക്ക് കൂടി ശ്രദ്ധിക്കാം കേട്ടോ, എല്ലാരും ശ്രദ്ധിക്കേ. കാണുന്നുണ്ടോ? വീട്ടിലൊരു ചെറിയ പാത്രത്തില് വിത്ത് പാകി, വിത്ത് അറിയില്ലേ? സീഡ് അറിയില്ലേ? ഒരു പാത്രം എടുക്കുക. ഉമ്മച്ചിനോട് പറയാ, ഉമ്മാനോട് പറയാ, ഉസ്താദ് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എന്നിട്ട് വലിയതല്ല, അവിടെ അങ്ങനെ ആകെ മണ്ണൊക്കെ ആക്കി ആകെ വീട് വൃത്തികേടാക്കരുത്. ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിൽ എന്ത് ചെയ്യുക? ഒരു സീഡ് ഇടുക, ഒരു എന്തിൻ്റെങ്കിലും ഒരു വിത്ത്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ ദിവസവും അത് വളരുന്നത് നിങ്ങൾ നോക്കണം. അത് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ എത്ര വർക്കായി ഇപ്പൊ? 3 അല്ലേ? ഏതൊക്കെ? ഒന്ന് അള്ളാഹു 25 എണ്ണത്തിന്റെ പേര് പറയും അല്ലെ? അള്ളാഹു സൃഷ്ടിച്ച 25 എണ്ണം. അതിങ്ങനെ എഴുതുക. ഓക്കെ, രണ്ടാമത്തത് നമ്മളൊരു ട്രീ വരയ്ക്കും. മരം വരച്ചിട്ട് ഓരോ ലീഫ് എന്താണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഉണ്ടോ, വീട്, കുടുംബം, വാഹനം, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം അല്ലെ? ഓക്കെ, 2 എണ്ണമായി. ഇനി 3ാമത്തെ എന്താ വെച്ചാല് ഒരു പാത്രത്തില് ഒരു വിത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം? അതിങ്ങനെ വളരുന്നത് നോക്കണം. ഒറ്റ ദിവസം കൊണ്ടൊന്നും വളരൂല. നമ്മൾ ഈ ഒരു ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുക, ഇന്ന് ഉണ്ടാക്കുക, നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 10-12 ദിവസം നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ, ആ 12 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ഒരു അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് നോക്കുകയാണ്. റെഡി, സെറ്റ്? ഓക്കെ, റെഡി? ഓക്കെ, എന്നാ 5ാമത്തെ അടുത്ത അള്ളാഹുവിന്റെ 7ാമത്തെ പേരാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ് അള്ളാഹ്. എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ. വേഗം അൽ-ഹാഫിദ്. അതാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത്. ഏ
ഓക്കെ, എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ. റെഡി? റെഡി അല്ലേ? Yes. റെഡി. എല്ലാവരെയും സംരക്ഷിക്കുക. നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് സഹായം തരാനും അള്ളാഹ്ക്കാണ് കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ചരിത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് എന്താ അറിയോ? ഇതാ ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോ കൊല്ലാനായിട്ട്, നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ വാളുമായിട്ട് വന്നു. കേട്ടുക്കണോ? നിങ്ങളെ കഥ കേട്ടുക്കണോ? ഇല്ല. കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്നാ കേട്ടോളി. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളി. നല്ല രസമുള്ള ഒരു കഥയാണ്. അതായത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരും കേൾക്ക്, നബിയും സഹാബിമാരൊക്കെ അതാ കേൾക്കണില്ല കേട്ടോ. ഒരാൾ കേൾക്കണില്ല, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാള് എന്തോ ചെറിയൊരു കളി വന്നു. എന്നാ കേട്ടോ. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരും. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പൊ നബി എന്ത് ചെയ്തു വെച്ചാല്, നബിന്റെ കയ്യിലുള്ള ഒരു വാളുണ്ടായിരുന്നു. വാളില്ലേ, വാളും പരിചയം എന്നൊക്കെ പറയണേ. അങ്ങനത്തെ വാൾ എന്ത് ചെയ്തു, നബി അവിടെ മരത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് നബി എന്ത് ചെയ്യാണ്, ആ മരത്തിന്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കണം. നബിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ നബി അങ്ങനെ ഉറങ്ങട്ടോ. ശ്രദ്ധിക്കണേ. നബി അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി അങ്ങനെ ഉറക്കത്തൊക്കെ അങ്ങനെ പോയി പെട്ടെന്ന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഒരാളിട് വന്നു. അയാൾ നല്ല ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് നബിന്റെ വാളെടുത്തിട്ട് നബിന്റെ അടുത്ത് കടിച്ചു. പെട്ടെന്ന് നബി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാൾ വാളും പിടിച്ചിങ്ങനെ നിൽക്കുക. ഇയാള് നബിന്റെ നേരെ ഇങ്ങനെ വാള് ചൂണ്ടിയിട്ട് പറഞ്ഞു, മുഹമ്മദ്, നിന്നെ ആര് രക്ഷപ്പെടുത്തും? എന്റെ കയ്യിലാണ് വാളുള്ളത്. എന്റെ ഈ വാൾ തലപ്പിൽ നിന്നും നിന്നെ ആര് രക്ഷിക്കും? ഇത് പറഞ്ഞതും പറഞ്ഞറിയോ? അള്ളാഹ് രക്ഷിക്കും. എന്താ പറഞ്ഞേ? അള്ളാഹു രക്ഷിക്കുന്നതാണ്. ഇത് പറഞ്ഞത് ഇയാളാകെ ബേജാറായി. ഇയാളെ കയ്യിൽ നിന്ന് വാളിട്ട് വീണു. ഇയാള് ബേജാറായി നിൽക്കുമ്പോ നബി എന്ത് ചെയ്ത് വാളെടുത്തു. എന്നിട്ട് നബി ചോദിച്ചു, അല്ല അന്നാരാ രക്ഷിക്കുക ചോദിച്ചു. ഓനോട് അങ്ങോട്ട്. അയാളാകെ കുടുങ്ങിയില്ലേ. അയാൾ പറഞ്ഞു, മുഹമ്മദേ, ആരും എന്നെ രക്ഷിക്കൂലട്ടോ, എന്നെ വേഗം രക്ഷപ്പെടുത്തും, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ നബി പറഞ്ഞു, ശരി, ഞാൻ എന്നെ വെറുതെ വിട്ടിക്കണ്. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നബിനെ കൊല്ലാനായിട്ട് വന്നപ്പോൾ നബി എന്താ പറഞ്ഞത്? ഇന്ന അള്ളാഹ് രക്ഷിക്കും. നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? രക്ഷപ്പെടുത്തുക. നമ്മളിപ്പോ പറയണ ആകെ കുടുങ്ങിട്ടോ, ആകെ വഴി അങ്ങനെ ഇങ്ങനെ നമ്മളെ പറഞ്ഞൊക്കെ എന്താ പറയുക? ഇപ്പൊ അവര് പേടിയും പേടിക്കണ്ട, അള്ളാഹ് നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു. ഉമ്മ പറയണ ആകെ അങ്ങനെയായി ഇങ്ങനെയായി, ഉമ്മ പേടിക്കണ്ട, ഉമ്മ അള്ളാഹ് രക്ഷപ്പെടും. അള്ളാന്റെ പേരാണ് അൽ ഹാഫിൾ, എല്ലാം സംരക്ഷിക്കുന്നവനാണ്. മനസ്സിലായല്ലേ? റെഡിയാണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് അള്ളാന്റെ 7 പേരുകൾ പഠിച്ചു. അത് പറയാൻ വേണ്ടി യഹിയ ഹസനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞ മോനെ. അൽ ഖാലിഖ് തന്നെ പറയണേ. അൽ ഖാലിഖ്. ഓക്കെ, ഗുഡ്. അൽ റഹ്മാൻ. الرحيم البصير السميع الرزاق ഹാഫിൽ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിയത് അങ്ങനെ തന്നെയല്ലേ? നോക്ക് എല്ലാവരും. എഴുതിയത് ഭാഗത്ത് നോക്കട്ടോ, ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തെ അള്ളാന്റെ പേരാണ് അൽ ഖാലിഖ്. എല്ലാം സൃഷ്ടിക്കുന്നവൻ. ഒന്നാമത്തത് എല്ലാം സൃഷ്ടിക്കുന്നവൻ അൽ ഖാലിഖ്. രണ്ടാമത്തത് അർ റഹ്മാൻ, പരമകാരുണ്യകൻ. മൂന്നാമത്തത് അർ റഹീം, കരുണാവാരിധി. നാലാമത്തത് അൽ ബസീർ, എല്ലാം കാണുന്നവൻ. അഞ്ചാമത്തത് അൽ അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ. ആറാമത്തത് റസാഖ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ. ഏഴാമത്തത് അൽ ഹാഫിൽ, എല്ലാം സംരക്ഷിക്കുന്നവൻ. ഇനി പറ, എന്താണ്?
ഒന്നും കൂടി ഓക്കെ കാണിച്ചു അല്ലേ? തരും. ഞാൻ അപ്പൊ എഴുതിയിട്ടില്ല. 3 വർക്ക് പറഞ്ഞു, 4ാമത്തെ വർക്കും കൂടി പറയാണ്. 4ാമത്തെ വർക്കും കൂടി പറയാണ്. പറയണ്ടേ? എല്ലാം കൂടി ബുദ്ധിമുട്ടാവോ? ഇല്ല, സിമ്പിൾ ആണ്. സിമ്പിൾ സാധനം. ഒരു ചാർട്ടിലോ ഒരു പേപ്പറിലോ അള്ളാന്റെ ഈ 7 പേരുകൾ എഴുതിയിട്ട് അത് നിങ്ങൾ ഹാങ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, റെഡി? മലയാളം എഴുതണോ? മലയാളം വേണം, അറബി വേണം. ഇനി അറബി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയിൽ എഴുതണം, നല്ല അടിപൊളിയാക്കി എഴുതണം. ഓക്കെ, അപ്പൊ 4 വർക്ക് പറഞ്ഞു. ഏതൊക്കെയാ 4 വർക്ക്? അള്ളാഹു സൃഷ്ടിച്ച 25 കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഗുഡ്. പിന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എഴുതുക. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മരം വരച്ചിട്ട് അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ ചെടി നടാം. ഒരു ചെടി നടുക അല്ലെ? ഓക്കെ. പിന്നെ ഒരു സീഡ് അല്ലെ? ഓക്കെ. പിന്നെ ഈ 7 പേരുകൾ ചാർട്ട് അല്ലെങ്കിൽ പേപ്പറിൽ എഴുതുക. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അടിപൊളി അടിപൊളി. അപ്പൊ എന്നാ ഇൻഷാ അള്ളാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഒരു ടീച്ചറെ നമ്പർ ഇടും. ആ ടീച്ചർക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കണ്ടേ. ഉഷാറാക്കി അയച്ചു കൊടുക്കണം. ഓക്കെ, റെഡി? റെഡി അല്ലേ? ഓക്കെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. ബാക്കി നമുക്ക് നാളെ പറയാം കേട്ടോ. റെഡി? നാളെ ചോദിക്കും. എല്ലാവരും ചോദിക്കും. വലൈക്കും അസ്സലാം. ഓക്കെ, അപ്പൊ എന്നാ ശരി. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ, ബൈ ബൈ. വലൈക്കും അസ്സലാം.